കർത്താവിൻ്റെ വചനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വചനം ശക്തിയോടെ വിളിച്ചു പറയുക, ഒരുവൻ ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പ്രിയ ദൈവവേദനെ, നമുക്കെങ്ങനെ ഒരു പുതിയ സൃഷ്ടിപ്പാകാൻ പറ്റും? ഈ കാലഘട്ടം AI കാലഘട്ടം, റോബോട്ടുകളെ ഉണ്ടാക്കുകയും ചമയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന കാലഘട്ടം. റോബോട്ടിനെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കുക. അതിനെ ആക്ടിവേറ്റ് ചെയ്ത് ചാർജ് ചെയ്ത് തുടങ്ങുന്ന സമയം തൊട്ട് മുമ്പോട്ടുള്ള കാര്യങ്ങൾ, അതായത് അതിന് പുറകിലോട്ടുള്ള ചരിത്രം ഇല്ല. അവിടെ മുതൽ ഒരു പുതിയ സൃഷ്ടിപ്പ് ആരംഭിക്കുകയല്ലേ. ഇതുപോലെ തന്നെ നിൻ്റെ ജീവിതയാത്രയിൽ കഴിഞ്ഞ നാളുകളിൽ നിന്നെ വ്യസനിപ്പിച്ച, സങ്കടപ്പെടുത്തിയ പലവിധമായ മുറിവുകളും വേദനകളും ഒക്കെ പേറി നടന്ന ഒരു ചരിത്രം, ആ ചരിത്രത്തെ ഒക്കെ മറന്ന് ക്രിസ്തുവിൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ശക്തിയോടെ വിജയത്തോടെ മുമ്പോട്ട് പോകുവാൻ കർത്താവ് നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ എന്തിനാ പഴയ ആ വലിയ ഭാരങ്ങളും വേദനയുടെ നുഖങ്ങളുമൊക്കെ ചുമന്ന് വല്ലാണ്ട് സങ്കടപ്പെട്ട് നടക്കാതെ ദൈവസന്നിധിയിൽ ശക്തിയോടെ മുമ്പോട്ട് യാത്ര ചെയ്യുക. അവിടെയാണ് യഥാർത്ഥത്തിൽ പുതിയ സൃഷ്ടിപ്പിൻ്റെ മഹത്വം വെളിപ്പെട്ട് വരുന്നത്. അങ്ങനെയെങ്കിൽ വിളിച്ചു പറയാമോ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ തിരിഞ്ഞ ആ നിമിഷം മുതൽ ഞാനൊരു പുതിയ സൃഷ്ടിപ്പാണ്. ഇനി എനിക്ക് ആ നുഖം ചുമന്നുകൊണ്ട് നടക്കാൻ ഇഷ്ടമല്ല. ആ ഒരു നിലയിൽ കർത്താവിനോട് ചേർന്ന് എല്ലാ നന്മകളെയും നോക്കി കർത്താവിന് മഹത്വം പറഞ്ഞുകൊണ്ട് പിമ്പിലുള്ളത് മറന്ന് മുമ്പിലോട്ട് നിത്യതയുടെ ആ വലിയ നന്മയെ ആത്മാവിൽ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു പുതിയ സൃഷ്ടിപ്പിൽ സന്തോഷിച്ച് പോകുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആഴമേറിയ നന്മകൾ ഈ നാളുകളിൽ തുറന്നു വരട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങളെ നോക്കി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ ദിവസം വിളിച്ചു പറ, എൻ്റെ കർത്താവേ, അങ്ങയുടെ മഹത്വത്തിൽ യാത്ര ചെയ്ത് മുമ്പോട്ട് നിത്യത വരെയും ശക്തിയോടെ നിൽക്കുവാനുള്ള കൃപ അവിടുന്ന് പകരണം. ഈ വചനങ്ങളെ കൊണ്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.